വെനിസ്വേലയ്ക്ക് ശേഷം ഇറാനിലാണ് അമേരിക്കയുടെ കണ്ണ്. കൂടെ ഇസ്രായേലുമുണ്ട്. സംഘർഷങ്ങളിലൂടെ ലാഭം കൊയ്യാനുള്ള അമേരിക്കൻ പദ്ധതികളിലേക്കാണ് ആദ്യ വിശകലനം. പിന്നെ നാം മറക്കുന്ന അല്ലെങ്കിൽ നമ്മെക്കൊണ്ട് മറപ്പിക്കുന്ന ഗസയെക്കുറിച്ച്, പിന്നെ എത്യോപ്യയിലെ എയർപോർട്ടിനെ കുറിച്ചും. ഇറാനിൽ ആകെ പ്രശ്നമാണെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. 1979 വിപ്ലവം കണക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും വായിക്കാനാവുന്നുണ്ട്. 100-ൽ താഴെ ആളുകൾ കൊല്ലപ്പെട്ട സമരത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാണ് വേറൊരിടത്ത് ആയിരക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ചും കുട്ടികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത്. എല്ലാ കണ്ണുകളെയും ഇറാനിലേക്ക് കൊണ്ടുവന്നാൽ തൽക്കാലം ഗസ മറപ്പിക്കാം എന്ന് കരുതി കാണണം. വെനിസ്വേലയിൽ കോപ്രായത്തം കാണിച്ചുവെങ്കിലും ലോകം അത് അത്രയ്ക്കങ്ങ് ശ്രദ്ധിച്ചില്ല. വാർത്തകൾ 1-2 ദിവസത്തിനപ്പുറത്തേക്ക് പോയില്ല. കൊണ്ടുപോകാൻ വെനിസ്വേലൻ ഭരണകൂടത്തിന് സാധിച്ചുമില്ല. കുഴപ്പങ്ങൾ അവസാനിക്കാതിരുന്നാൽ മാത്രമേ ഗസ ജനം മറക്കൂ എന്നൊരു ചിന്തയും അമേരിക്കയ്ക്ക് ഇല്ലാതില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇറാനിൽ വേണ്ടി വന്നാൽ ഇടപെടുമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പുതിയൊരു നേതാവിനെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്നും വാർത്തകളിൽ സൂചനയുണ്ട്. 65-കാരനായ റിസ പഹ്ലവി കസാരയിൽ ഇരിക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് ഒരുപോലെ സന്തോഷകരമായിരിക്കും. കാരണം 12 ദിവസം കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാനാവുമെന്ന സ്വപ്നം കഴിഞ്ഞ മെയ് മാസത്തിൽ തകർന്നതിന് ശേഷം ഈ കൂട്ടുകെട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ സ്വപ്നമാണിത്. അന്ന് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഇറാൻ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായി ഒരു ആണവ ബന്ധം സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ ഇസ്രായേലിനും പേടിയുണ്ടാകുമല്ലോ. ഒരു പ്രക്ഷോഭം സത്യത്തിൽ ഇറാനിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് ഭരണകൂടം. ഉടനെ പുനഃസ്ഥാപിക്കുമെന്നവർ പറയുന്നുണ്ടെങ്കിലും അത് സാധ്യമാകുമോ എന്ന് കണ്ടറിയണം. ഇറാൻ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും അതിലുപരി അമേരിക്കയുടെ സാമ്പത്തിക പദ്ധതിയും ജനജീവിതത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ കറൻസിക്ക് വില കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഇന്ധനം ലഭിക്കുന്ന സ്ഥലമായിരുന്ന ഇവിടെ സർക്കാർ കൊണ്ടുവന്ന ഒരു സബ്സിഡി സംവിധാനം ഇന്ധനങ്ങളുടെ വില കൂട്ടാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. അതിനപ്പുറം ഓരോ 3 മാസവും ഇന്ധനവില മാറ്റി നിശ്ചയിക്കുമെന്ന സർക്കാർ നിലപാട് വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിമർശകർ വിശ്വസിക്കുന്നുമുണ്ട്. ഇവരെല്ലാവരും അമേരിക്കൻ പരിഹാരത്തിന് കാതോർക്കുന്നവരാണോ എന്ന കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും അവിടുത്തെ ജീവിത രീതിയും മഹത്തരമായി കരുതുന്നവർ എല്ലായിടത്തും എന്ന പോലെ ഇറാനിലുമുണ്ട്. പക്ഷേ തങ്ങളുടെ രാജ്യത്തേക്ക് മറ്റൊരു ശക്തിയെ വിരുന്നുകൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാകും എന്ന് കരുതുക വയ്യെന്നാണ് ഇവർ പറയുന്നത്. പുറത്തുനിന്നുള്ള പിന്തുണയോ ഇടപെടലോ ഇല്ലാതെ തന്നെയുള്ള ഒരു ഭരണമാറ്റത്തിനെ ഇവർ ആഗ്രഹിക്കാൻ ഇടയുള്ളൂവെന്നും ഇവർ വിശ്വസിക്കുന്നു. മറ്റൊരു രാജ്യത്തിന്, അതും പ്രത്യേകിച്ച് അമേരിക്കയുടെ ഒക്കെ താല്പര്യത്തിനൊപ്പം നിന്ന് രാജ്യത്തിന്റെ സുസ്ഥിരതയെ തകർത്ത് കളഞ്ഞാൽ പിന്നെ ഇറാൻ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടുകയായിരിക്കും ഉണ്ടാവുക എന്ന് കരുതുന്നവരും ഇറാനിലുണ്ട്. ഭരണമാറ്റത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഇത്തരം ഒരു അവസ്ഥ ആഗ്രഹിക്കുന്നില്ലെന്നും വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാനാവും. ഇസ്രായേലിന്റെ ചാരന്മാരും ഏജൻസികളും രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഭരണകൂട വക്താക്കളുടെ വാക്കുകളെ ഇവർ വെറും വാക്കുകളായി കാണുന്നില്ല. കാരണം ഇസ്രായേലിന്റെ താല്പര്യം എന്താണെന്ന് പലതവണ അവർ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമാണ്. അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും മൊസാദിന്റെ സാന്നിധ്യം സൂചിപ്പിച്ചിരുന്നു. സമരത്തിനിടയിൽ നിന്നും കേൾക്കുന്ന ഷാ പഹ്ലവിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടേതാണോ സ്പോൺസേഡ് ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ സമരത്തിനിടയിൽ പള്ളികൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു എന്നത് യാദൃശ്ചികതയല്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം സർക്കാരിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾക്കൊക്കെ ഒരു ഇസ്രായേലി ടച്ച് ഉള്ളതായും ജനം പറയുന്നുണ്ട്. ഇസ്രായേൽ ഭരണകൂടം പലതവണ ഇറാൻ സർക്കാരിനെതിരെ പറഞ്ഞ ന്യായങ്ങളാണ് ഇവരിൽ പലരും മുന്നോട്ട് വെക്കുന്നത് അത്രേ. അതുകൊണ്ട് തന്നെ സർക്കാരിനെ താഴെ ഇറക്കി നാട് കുട്ടിച്ചോറാവാൻ ഇവർ അനുവദിക്കാൻ ഇടയില്ലെന്നാണ് മനസ്സിലാവുന്നത്. പരമോന്നത നേതാവ് അലി ഖാംനെയും ഇതിലേക്കുള്ള സൂചന കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. പ്രക്ഷോഭത്തെ അംഗീകരിച്ച് സംസാരിച്ച അദ്ദേഹം ഇറാനെ തകർക്കാനും ഭരണമാറ്റത്തിനായി ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഈ സമരങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും രാജ്യത്തുണ്ട്. ആയത്തുള്ള അലി ഖാംനെയെ പിന്തുണയ്ക്കുന്നവർ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അതിന്റെ അനുബന്ധ സംഘങ്ങളും ഇവരുടെ പിന്നിലുണ്ട്. ജനാധിപത്യപരമായ സർക്കാരുകളിൽ നിന്നും പാവ സർക്കാരുകളിലേക്ക് രാജ്യങ്ങളെ കൊണ്ടുപോവുക എന്നത് സാമ്രാജ്യത്വത്തിന്റെ എന്നത്തെയും നയമാണ്. പലയിടങ്ങളിലും നാം ഇത് കണ്ടതാണ്. ഓയിൽ ലഭ്യതയുള്ള രാജ്യമാണെങ്കിൽ അവരുടെ താല്പര്യം വളരെ കൂടുമെന്ന കാര്യവും ലോകത്തിന് അറിവുള്ളതാണ്. തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഏകാധിപതികളെ വരെ പിന്തുണച്ച ചരിത്രം അവർക്കുണ്ട്. ഇറാനിലും അത്തരമൊരു പദ്ധതിയെ അമേരിക്കയും മറ്റു ശക്തികളും ആസൂത്രണം ചെയ്യാതിരിക്കാൻ ഇടയില്ല. പക്ഷേ ജനതയുടെ പിന്തുണയോടെ അത് സാധിക്കുമോ എന്നതാണ് പ്രശ്നം. ഏകാധിപത്യത്തിന്റെ ദുരന്തങ്ങൾ ഒരുപാട് അനുഭവിച്ച ഇറാൻ ജനത ഇനിയും അത്തരം ഒരു അവസ്ഥയ്ക്ക് മൂളിക്കൊടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്.
ഗസ വാർത്തകളിൽ നിന്നും പിറകിലേക്ക് പോയെങ്കിലും അവിടുത്തെ കൊലപാതകങ്ങൾക്കും പട്ടിണിക്കും അവസാനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകൾ നൽകുന്ന സൂചന. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ. ഇറാന്റെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ വെനിസ്വേലയും ഇറാനും ഒക്കെ കൂടെ ഗസ മറപ്പിക്കണം എന്ന അമേരിക്കൻ താല്പര്യം വൻകിട മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവർക്കിപ്പോൾ ഗസയിലെ കൂട്ടക്കുരുതികൾ വാർത്തയല്ലാതായിരിക്കുന്നു. വെടിനിർത്തലിന് ശേഷം 100-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസം എന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ദിവസവും ഒരു കുട്ടി എന്ന നിലയിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് യൂണിസെഫിന്റെ വക്താവ് ജെയിംസ് എൽദർ പറയുന്നത്. പോഷകാഹാരക്കുറവിന്റെ കാര്യത്തിലും ഗസയുടെ കാര്യം അപകടകരമായ അവസ്ഥയിലാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. 2025-ൽ 95,000 സംഭവങ്ങളാണത്രേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇസ്രായേൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനികളുടെ കണക്ക് വേറെ. യുദ്ധം തുടങ്ങിയ ശേഷം 87 പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക ഭാഷ്യം. ഇതൊന്നും സ്വാഭാവിക മരണമായിരുന്നില്ല എന്നാണ് തടവുകാരുടെ കാര്യങ്ങൾക്കായുള്ള വിവിധ സംഘടനകൾ പറയുന്നത്. ശാരീരികവും ലൈംഗികവുമായ പീഡനം, പട്ടിണി, ചികിത്സ നൽകാത്തതുമൊക്കെയാണ് ഇതിന് കാരണമാവുന്നത്. മരണശേഷം പുറത്തുവിടുന്ന തടവുകാരുടെ ഫോട്ടോകളിൽ ക്രൂരമായ പീഡനങ്ങളുടെ തെളിവുകളും കാണുന്നുണ്ടത്രേ. നിലവിൽ 9300-ലധികം ഫലസ്തീനികൾ ഇസ്രായേലിന്റെ തടവിലുണ്ട് എന്നാണ് ഫലസ്തീൻ അധികാരികളുടെ കണക്ക്. കൊലപാതകങ്ങൾക്കൊപ്പം തകർക്കലുകൾക്കും കുറവില്ല. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ഗസയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുന്ന സൂചന ഏകദേശം 2500 കെട്ടിടങ്ങൾ ഗസയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കെട്ടിടങ്ങൾക്കൊപ്പം കൃഷിഭൂമികളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാനത്താവളം തങ്ങൾ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് എത്യോപ്യ. 270 വിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലമുണ്ടാകുമത്രേ. 2030-ലാണ് പദ്ധതി പൂർത്തിയാവുക. 1250 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അത്രേ. തലസ്ഥാനമായ ആഡിസ് അബാബയ്ക്ക് സമീപമാണ് ഇത് നിർമ്മിക്കുന്നത്. നന്ദി.